ഹായ് മക്കളെ, മാരു സാറാടാ. സോ എടാ, ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് മെൻറ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10ാം ക്ലാസ്സിലെ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടുള്ള ഒരു സെക്ഷനുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോടാ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് പാർട്ട് 1 നമ്മൾ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓർഗാനിക് നിങ്ങൾക്ക് സെറ്റാണ് തോന്നുന്നുണ്ട് അല്ലേ? നമ്മളെല്ലാ ടോപ്പിക്കും അരിച്ച് പൊറുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് പാർട്ട് 1 ലാസ്റ്റ് ചാപ്റ്ററുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. റെഡിയാണോ? എടാ, പാർട്ട് 1 4ാം ചാപ്റ്റർ ഏതായിരിക്കൂടാ? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. ഇപ്പം മക്കൾ കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വേണം വരാൻ. കാരണം നമ്മൾ അന്ന് ഒരുപാട് ട്രിക്കുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസിങ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നോക്കിക്കോളി മക്കളെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. കമ്പയർ ദ ഫോളോവിങ് പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് എക്സിസ്റ്റ് ഇൻ എ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്. മക്കളെ, എന്നിട്ട് ഹിന്റ് തന്നിട്ടുണ്ട്. ദ എനർജി, ഊർജം, അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. കമ്പയർ ദ ഫോളോവിങ് പ്രോപ്പർട്ടീസ്. തന്നിരിക്കുന്ന പ്രോപ്പർട്ടി, മലയാളം എടുത്ത മക്കൾ നോക്കിക്കോ. തന്നിരിക്കുന്ന ചില സ്വഭാവങ്ങൾ തന്നിട്ടുണ്ട്. റെഡിയാണോ? അതായത് വിച്ച് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്. എടാ, ലിക്വിഡിലും ഗ്യാസിലും ഉണ്ടാവുന്ന പ്രത്യേകതയാണ് ചോദിച്ചിട്ടുള്ളത്. റെഡിയാണോ? സോ എനർജി, എടാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എടാ എനർജി ലിക്വിഡിന്റെ കേസിൽ എങ്ങനെയായിരിക്കും, എടാ ഗ്യാസിന്റെ കേസിൽ എങ്ങനെയായിരിക്കും നോക്കാം. റെഡിയാണോ? എടാ എനർജി ആർക്ക്, എടാ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ആരാടാ? കൈനറ്റിക് എനർജിയാണ് കേട്ടോ. എടാ ലിക്വിഡിന്റെ കേസിലും ഗ്യാസിന്റെ കേസിലും എനർജി നോക്കിക്കോ. എടാ ഗ്യാസുകൾക്ക് പാർട്ടിക്കിൾസ് അഥവാ പദാർത്ഥങ്ങൾ ഗ്യാസിൽ നന്നായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. റെഡിയാണോ? എടാ നന്നായി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എന്ത് ചെയ്യൂടാ, മൂവ്മെന്റ് അഥവാ ചലിക്കാൻ സാധിക്കും. സോ അതുകൊണ്ടടാ ചലനം വഴി കൂടുതൽ എനർജി അഥവാ ഊർജം ഉണ്ടാക്കുന്നത് ഏതവസ്ഥയിലായിരിക്കും മക്കളെ? ഗ്യാസ് സ്റ്റേറ്റിലാണ്. കാരണം ലിക്വിഡിന് ഗ്യാസിനെ കാട്ടിലും നന്നായി ഡിസ്റ്റൻസ് ഇല്ല. പദാർത്ഥങ്ങൾ അഥവാ കണികകൾ തമ്മിൽ അഥവാ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം ലിക്വിഡിന് മക്കളെ കമ്പയർ ടു ഗ്യാസിനെ കാട്ടിലും എന്താടാ, കുറവാണ്. ഓക്കെ, അതുകൊണ്ട് ഗ്യാസുകൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യൂടാ, ചലിക്കാൻ സാധിക്കും. എടാ ചലനം വഴി അവരെന്ത് ക്രിയേറ്റ് ചെയ്യുന്നു മക്കളെ? എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. എടാ മോഷൻ മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഏതായിരിക്കൂടാ? കൈനറ്റിക് എനർജിയാണ്. അപ്പൊ കൈനറ്റിക് എനർജി മക്കളെ ഗ്യാസുകളുടെ കേസിനാണ് എനർജി ഏറ്റവും കൂടുതൽ. മക്കളെ ലിക്വിഡിനപ്പം എന്താണ്, ഗ്യാസിനെക്കാട്ടിലും എന്താണ്, കുറവാണ്. കാരണം ലിക്വിഡിന്റെ പാർട്ടിക്കിൾസ് അഥവാ പദാർത്ഥങ്ങൾക്ക് കണികകൾക്ക് നന്നായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല, ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ. റെഡിയാണോ? അതുകൊണ്ട് ചെറിയ ചലനം മാത്രമേ പോസിബിൾ ഉള്ളൂ. അതുകൊണ്ടടാ ചെറിയ കൈനറ്റിക് എനർജി ഉണ്ടാവുക. റെഡിയാണോ? നെക്സ്റ്റ് നോക്കിക്കോട്ടോ. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ. ലിക്വിഡിന്റെ കേസിലും ഗ്യാസിന്റെ കേസിലും, അതായത് ദ്രാവകത്തിന്റെ കേസിലും വാതകങ്ങളുടെ കേസിലും അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്? എടാ ലിക്വിഡ് കേസ് നമ്മളിതിപ്പോ ലിക്വിഡ് ആണ് എഴുതിക്കോ. എടാ ലിക്വിഡുകൾ മക്കളെ നന്നായിട്ട് എന്ത് ചെയ്യൂടാ, അടുത്തടുത്താണ് അല്ലേ? അത്യാവശ്യം നല്ല അടുത്തില്ലെങ്കിലും എന്നാലും മിനിമം എന്താണ്, ചെറിയൊക്കെ അകലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റെഡിയാണോ? ഇത് ലിക്വിഡിന്റെ കേസാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ലിക്വിഡിന്റെ കേസാണ്. ഓക്കെ, ഇത് ലിക്വിഡിന്റെ കേസ്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ഏതാടാ? ഗ്യാസിന്റെ കേസാണ്. നെക്സ്റ്റ് ഏതാടാ? ഗ്യാസിന്റെ കേസാണ്. ഓക്കെ, വാതകങ്ങളുടെ അവസ്ഥയാണ് നെക്സ്റ്റ് വരച്ചിട്ടുള്ളത്. എടാ വാതകങ്ങളില് മക്കളെ നോക്കിക്കോട്ടോടാ, നോക്കിക്കോ. വാതകങ്ങളിലെടാ അകലം അല്ലെ, കണികകൾ തമ്മിലുള്ള അഥവാ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം ഗ്യാസിന് എന്താണെടാ, കൂടുതലാണ്. എടാ അകലം കൂടിക്കഴിഞ്ഞാൽ, എടാ ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ആകർഷണ ബലം അഥവാ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യൂടാ, അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ ആകർഷണ ബലം എന്ത് ചെയ്യൂടാ, കുറയും. റെഡിയാണോ? അങ്ങനെയാണ് ഈ മക്കളെ ഗ്യാസുകൾ ഡിസ്റ്റൻസ് കൂടുതലാണ്. എടാ അങ്ങനെയാണ് ഇവരുടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആകർഷണ ബലം എന്താണെടാ, കുറവാണ്. റെഡിയാണോ? പക്ഷെ ദ്രാവകം അഥവാ ലിക്വിഡിന്റെ കേസിൽ കണികകൾ തമ്മിൽ അഥവാ പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. എടാ ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എടാ ലിക്വിഡിന് എന്താടാ, അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണെടാ, അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണെടാ, കൂടുതലാണ്. അങ്ങനെയാണ് ഈ മക്കളെ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കിക്കോ. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ. ലിക്വിഡിന്റെ കേസിലും ഗ്യാസിന്റെ കേസിലും മക്കളെ ലിക്വിഡിന് അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണെടാ,
നമ്മൾ പറഞ്ഞു വളരെ കൂടുതലാണ് അല്ലെ, ഹൈ ആണ് മക്കളെ, കൂടുതലാണ്. ഗ്യാസുകൾക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് എന്താടാ, കുറവാണ്, ലോ ആണ്. റീസൺ എന്താ വെച്ച് പറയണതാ, ഗ്യാസുകൾക്ക് അകലം കൂടുതലാണ്. എടാ ഗ്യാസുകൾക്ക്, വാതകങ്ങൾക്ക് അകലം ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ ആകർഷണ ബലം എന്താടാ, കുറവാണ്. മക്കളെ ദ്രാവകം അഥവാ ലിക്വിഡിന് കണികകൾ അഥവാ പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള അകലം അഥവാ ഡിസ്റ്റൻസ് കുറവാണ്. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ ആകർഷണ ബലം എന്താണ് മക്കളെ, കൂടുതലാണ്. റെഡി ആണോടാ, സെറ്റ് ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോ. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. എന്താണ് മക്കളെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്? അതായത് സ്വതന്ത്രാവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. റെഡി ആണോ? പാർട്ടിക്കിൾസുകള്, ദ്രാവകത്തിലുള്ള പാർട്ടിക്കിൾസുകൾക്ക് സ്വതന്ത്രമാണോടാ, ഇൻഡിപെൻഡന്റ് ആണോ? നിങ്ങൾ നോക്കിയടാ ഈ ക്വസ്റ്റ്യനില്, ദ്രാവകത്തില് കണികകൾ അഥവാ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം വളരെ കുറവാണ്. അകലം വളരെ കുറവാണെങ്കിൽ അവര് തമ്മിലുള്ള അകലം കുറഞ്ഞു കഴിഞ്ഞാല് അവർ നന്നായിട്ട് മൂവ്മെന്റ് പോസിബിൾ ആണോ? ഒരു ചലിക്കാൻ സാധ്യമാണോ? ചലിക്കോടാ, ഇല്ലല്ലോ. കാരണം മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കടാ, നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കാണ്. നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നന്നായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കാണ് അല്ലെ, നന്നായിട്ട് എന്താ ഒരു ബെഞ്ചും 4 ആൾക്കാർ 5 ആൾക്കാർ 6 ആൾക്കാരൊക്കെ ഇരിക്കാണ്. മക്കളെ ഞാൻ പറയാനടാ, ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാൻ സാധ്യമാണോ? ഒരിക്കലും ഇല്ലല്ലോ. അതുപോലെ തന്നെ മക്കളെ ലിക്വിഡിന്റെ കേസിൽ ലിക്വിഡ് അഥവാ ദ്രാവകത്തിലെ അല്ലെ പാർട്ടിക്കിൾസ് അഥവാ കണികകൾ തമ്മിൽ നന്നായിട്ട് ടൈറ്റ്ലി പാക്ഡ് ആണ്. സോ അതുകൊണ്ട് മക്കളെ ഇവന്മാർക്കടാ ചലിക്കാൻ അഥവാ മൂവ്മെന്റ് ചെയ്യാൻ പോസിബിൾ അല്ല. പക്ഷെ വാതകം അഥവാ ഗ്യാസുകൾക്ക് നോക്കിക്കോ, കണികകൾ നന്നായിട്ടടാ അകലം കൂടുതലാണ് അല്ലേ. അകലം കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ബെഞ്ചുമ്പോ 2 ആൾക്കാരാണ്. നമ്മൾ പരീക്ഷ ഹാളിലൊക്കെ പോണ സമയത്ത് ഒരു ബെഞ്ചുമ്പോ മക്കൾ എത്ര ആൾക്കാരായിരിക്കൂടാ, 2 ആൾക്കാരായിരിക്കൂലേ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യുക, പരീക്ഷ എഴുതാനൊക്കെ സാധ്യമാണ് അല്ലെ. കൈ പല രീതിയിലും വെച്ചിട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും മക്കളെ. അതുപോലെ തന്നെ മക്കളെ ഗ്യാസിന്റെ കേസിൽ മൂവ്മെന്റ് മക്കളെ നല്ലതുപോലെ പോസിബിൾ ആണ് ഗ്യാസിന്റെ കേസിൽ. വാതകത്തിന് കാരണം എന്താടാ, കണികൾ അഥവാ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം നന്നായിട്ട് കൂടുതലാണ്. അങ്ങനെ അകലം കൂടിക്കഴിഞ്ഞാൽ മക്കളെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, മക്കളെ ചലിക്കാനുള്ള ശേഷി മക്കളെ കൂടുതലാണ്. റെഡിയാണോ? പല ഡയറക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടടാ നമ്മൾ ടെക്സ്റ്റ് ബുക്കില്. വാതകത്തിന്റെ കേസ് അഥവാ ഗ്യാസിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടീസിൽ എനിക്ക് തോന്നുന്നത് 4ാമത്തെ 5ാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്യാസസ് ക്യാൻ ഒക്കേഴ്സ് റാൻഡം മോഷൻ അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ദിശകളിലേക്ക് വാതകങ്ങളുടെ കണികകൾക്ക് മക്കളെ മൂവ് ചെയ്യാൻ അഥവാ ചലനം സാധ്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? ഗ്യാസുകളുടെ കണികകൾ തമ്മിലുള്ള അകലം കൂടുതലാണ്. അകലം കൂടുതലായത് കൊണ്ട് തന്നെയാണ് മക്കളെ അവർക്ക് ചലിക്കാനുള്ള ശേഷി കൂടുതലാണ്. സോ അങ്ങനെയാണ് മക്കളെ ഇതിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. അതിന്റെ ഉത്തരമായിരിക്കും മക്കളെ ഗ്യാസുകൾക്ക്. ഇതാരാണ് ഗ്യാസ്, ഇതാരാണ് ലിക്വിഡ്. ലിക്വിഡിന് മക്കളെ കണികൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. സോ അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെ ലോ ആണ്. ഗ്യാസ് അഥവാ വാതകങ്ങൾക്ക് കണികൾ തമ്മിലുള്ള അകലം കൂടുതലാണ്. സോ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഗ്യാസുകൾക്ക് കൂടുതലാണ്, ഹൈ ആണ്. റെഡിയാണോ? നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. 1ാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈവൻ ത്രൂ ഗ്യാസ് മോളിക്യൂൾസ് ആർ കണ്ടിന്യൂസ്ലി കൊളൈഡിങ് വിത്ത് ഈച്ച് അതർ there is no loss of energy. അതായത് മലയാളി എടുത്ത മക്കൾ നോക്കിക്കോ. വാതകങ്ങളുടെ കണികകൾ തമ്മിലുള്ള കൂട്ടിമുട്ടും അല്ലെ. വാതകങ്ങളുടെ കണികകൾ തമ്മിൽ എന്താണടാ കൂട്ടിമുട്ടും. അങ്ങനെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ there is no loss of energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഊർജ്ജമാറ്റം സംഭവിക്കുന്നില്ല. എന്താണ് മക്കൾ അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഊർജ്ജമാറ്റം സംഭവിക്കൂല എന്ന് പറയാൻ പറയടാ. എന്തുകൊണ്ടാണ് ഊർജ്ജമാറ്റം സംഭവിക്കൂല പറയാൻ കാരണടാ മനസ്സിലാക്കണം. ഊർജ്ജമാറ്റം സംഭവിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു എനർജിയും നഷ്ടപ്പെടുന്നില്ല. അതായത് തുടക്കത്തിൽ ഉണ്ടാകുന്ന എനർജി തന്നെ, അതായത് ഒരു ഗ്യാസ് മോളിക്യൂൾസിന്റെ എനർജിയുടെ 10 കരുതിക്കോ, 10 ജൂളാണ് കരുതിക്കോ. ഒരു വേറെ ഗ്യാസ് മോളിക്യൂൾസുമായി കൊളൈഡ് ചെയ്തു, അപ്പോഴുള്ള എനർജി എത്ര ആയിരിക്കും? 10 ജൂൾ തന്നെ. അതായത് എനർജി നഷ്ടപ്പെടൂല. കാരണം മക്കളെ അവരുടെ കൊളീഷൻ എന്താടാ, ഇലാസ്റ്റികത അഥവാ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഊർജ്ജ നഷ്ടം ഒരിക്കലും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് മക്കളെ ഗ്യാസ് മോളിക്യൂൾസുകൾ, അതായത് വാതക കണികളുടെ കൊളീഷൻ അഥവാ കൂട്ടിമുട്ടലുകൾ എങ്ങനെയായിരിക്കും മക്കളെ? ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. അതായത് എന്താണ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാതകങ്ങളുടെ കണികകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ലടാ, ഊർജ്ജ
ഊർജ്ജമാറ്റം അഥവാ എനർജി ലോസ് ഒരിക്കലും ഉണ്ടാവില്ല. അതായത് വാതകങ്ങൾക്ക് തുടക്കത്തിൽ എത്രയാണോ എനർജി ഉള്ളത് അത് തന്നെയാണ് അവര് കൂട്ടിമുട്ടിക്കഴിഞ്ഞാലും എന്തെന്ന് എനർജി ഉണ്ടാവുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അങ്ങോട്ട് ഞാൻ അങ്ങനെ മക്കളെ ഗ്യാസ് മോളിക്യൂൾ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊളൈഡ് ചെയ്യൽ ഇലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ഒരു കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക? നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക അതിന്റെ ഉത്തരം പറയട്ടോ. ഞാൻ എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ത് ചെയ്യും നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരും. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. A gas is kept in a cylinder A. ഒരു ഗ്യാസ് ഉണ്ട് ആ ഗ്യാസ് ഉണ്ട് ആയിക്കോട്ടെ, ഗ്യാസ് സമ്മതിച്ചു. അതിന്റെ സിലിണ്ടർ എത്രടാ? എ ആണ്. ഓക്കെ ശരി മക്കളെ, അതിന്റെ വോളിയം എത്രടാ? 5 ലിറ്റർ ആണ്. എടാ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആദ്യം ചെയ്യേണ്ടി അറിയോ? ആ ക്വസ്റ്റ്യൻ ഒന്ന് റഫായിട്ട് വരച്ച് നോക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടും, അത് കാണണം നോക്കാം. അപ്പൊ മക്കളെ അവിടുത്തെ പ്രഷർ എത്രടാ? 4 ATM. എടാ ATM എന്ന് പറഞ്ഞാൽ എന്താടാ? അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ് കേട്ടോ. ATM എന്ന് ഉദ്ദേശിക്കുന്നത് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫേർഡ് ഇൻ ടു സിലിണ്ടർ ബി വിത്ത് 10 ലിറ്റർ അല്ലേ. ഒരു വലിയ സിലിണ്ടർ വരച്ചു, ആ എയിലുള്ള കംപ്ലീറ്റ് ഗ്യാസ് എടാ 10 ലിറ്റർ ഉള്ള ഈ സിലിണ്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണ് മക്കളെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അഥവാ താപം സ്ഥിരമാണ്. മക്കളെ അതിനൊരു ഹിന്റ് ഉണ്ടടാ. എടാ താപം സ്ഥിരമാവുക കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ മക്കൾ ഒരു ഐഡിയ ഉണ്ടാക്കണം. അതേത് ലോ ആയിരിക്കൂടാ? ബോയിൽ നിയമമായിരിക്കും. മക്കളെ ഈ വീഡിയോടാ നിങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിങ് ആദ്യത്തെ ജസ്റ്റ് ഫസ്റ്റ് തന്നെ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഓൾറെഡി എന്ത് ചെയ്യുക? ഒരൊറ്റ വട്ടം വാച്ച് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ മക്കൾ അത് ഏത് ലോ ആയിരിക്കൂടാ? യെസ് ബോയിൽസ് ലോ ആയിരിക്കും. എങ്ങനെയായിരിക്കും ബോയിൽസ് ലോ പറയാ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതായത് താപം സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദം അഥവാ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതമാണ്. റെഡിയാണോ? അപ്പൊ നമ്മളൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇക്വേഷന്? യെസ് അതെ, P1 V1 ഈക്വൽ ടു P2 V2. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നോക്കിക്കോ, P1 V1 ഈക്വൽ ടു P2 V2. റെഡിയാണോ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എടാ P1 എന്ന് പറഞ്ഞ ഒന്നാമത്തെ ബീക്കറിന്റെ പ്രഷർ, എടാ V1 എന്ന് പറഞ്ഞ ഒന്നാമത്തെ ബീക്കറിന്റെ വോളിയം വ്യാപ്തം, എടാ P2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ബീക്കറിന്റെ പ്രഷർ, എടാ V2 എന്ന് പറഞ്ഞാൽ എന്താടാ? രണ്ടാമത്തെ ബീക്കറിന്റെ വോളിയം. മക്കളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോടാ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻ എ സിലിണ്ടർ ബി? എടാ സിലിണ്ടർ ബിയുടെ ഗ്യാസ് അല്ലെ, എന്റെ സിലിണ്ടറിന്റെ ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് മക്കളെ എങ്ങോട്ട് നിറച്ചിട്ടുണ്ടാ? ബിന്റെ സിലിണ്ടറിലേക്ക് നിറച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മക്കളെ നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ വോളിയം ഓഫ് കണ്ടെയ്നർ. വാതകങ്ങളുടെ വ്യാപ്തം അളക്കുന്നത് ആ കണ്ടെയ്നറിന്റെ വ്യാപ്തമാണ്. അതായത് ഇപ്പൊ മക്കളെ എ എന്ന് പറഞ്ഞ സിലിണ്ടറിന്റെ വ്യാപ്തം എത്രടാ? 5 ലിറ്റർ ആണ്. എടാ അതിന്റെ ഗ്യാസ് നിറച്ചിട്ടുണ്ട്, ശരിയാണ്. ആ മക്കളെ ആ ഗ്യാസിന്റെ വോളിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാത്രത്തിന്റെ വോളിയമാണ്. ആ പാത്രത്തിന്റെ വോളിയം എത്രടാ? 5 ലിറ്റർ ആണ്. അങ്ങനെ ഈ ഗ്യാസ് ഞാൻ എന്ത് നിറച്ചോടാ? ബി എന്ന് പറഞ്ഞ സിലിണ്ടർക്ക് നിറച്ചു. ആ ബി എന്ന് പറഞ്ഞ സിലിണ്ടറിന്റെ വ്യാപ്തം എത്ര ആയിക്കോടാ? 10 ലിറ്റർ ആണ്. സോ അതുകൊണ്ട് മക്കളെ ഇപ്പോ ഈ നിലവിൽ ഈ 10 ലിറ്ററിന്റെ ഈ സിലിണ്ടർ ആണ് മക്കളെ ഇപ്പൊ ഗ്യാസ് ഉള്ളത്. അങ്ങനെയാണ് എടാ ഇപ്പൊ ഗ്യാസ് എവിടെടാ? 10 ലിറ്റർ സിലിണ്ടറിലല്ലേ. അങ്ങനെയാണ് മക്കളെ ഗ്യാസിന്റെ വോളിയം എത്ര ആയിക്കോടാ? 10 ലിറ്റർ. അപ്പൊ ഉത്തരം എത്ര ആയിക്കോടാ? ഇവിടെ 10 ലിറ്റർ. റെഡിയാണോ? വാട്ട് വിൽ ബി ദ പ്രഷർ ഇൻ സിലിണ്ടർ ബി? എടാ സിലിണ്ടർ ബിന്റെ പ്രഷർ നമുക്ക് എന്ത് ചെയ്യണടാ? കണ്ടെത്തണം കേട്ടോ. സോ നോക്കിക്കോ, നമുക്ക് കണ്ടെത്തി നോക്കാം. എടാ P1 എന്ന് പറഞ്ഞ എത്രടാ? 4 ഇൻറ്റു എടാ V1 എത്രടാ? 5 ഈക്വൽ ടു P2 അറിയോ? ഇല്ല. എക്സ് ഇട്ട് കൊടുത്തു. എക്സ് ഇൻറ്റു എടാ V2 എന്ന് പറഞ്ഞാ 10 ആണ്. സോ 4 ഇൻറ്റു 5 എത്രടാ? 20 ഈക്വൽ ടു എക്സ് ഇൻറ്റു 10. എടാ ഇൻറ്റു 10 അപ്പുറത്ത് പോയി എന്താടാ? ഡിവൈഡ് ആയി മാറും. സോ എക്സ് ഈക്വൽ ടു 20/10. 0 കട്ട് ചെയ്തു. അപ്പൊ എക്സ് നമുക്ക് എത്ര കിട്ടൂടാ? 2/1 എത്ര ആയിരിക്കൂടാ? 2 ATM. അപ്പൊ എക്സ് 2 ആണ് മക്കളെ. എക്സ് ആർക്ക് ഇട്ട് കൊടുത്തത്? P2നല്ലടാ. അപ്പൊ P2 എത്ര ആയിരിക്കൂടാ? 2 ATM. റെഡിയാണോ? വിച്ച് ഗ്യാസ് ഈസ് അസോസിയേറ്റഡ്? ഏത് വാതക നിയമമാണ് ഇവിടെ ഉണ്ടാക്കിയത്? മക്കളെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ലോ ആയിരിക്കൂടാ? ബോയിൽസ് ലോ. റെഡിയാണോടാ? റെഡിയാണോ? ഐഡിയ കിട്ടിയോ?
കിട്ടിയോ? ഞങ്ങൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ഹിന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? എടാ ഗ്യാസ് പദാർത്ഥങ്ങൾ അഥവാ ഗ്യാസ് പാർട്ടിക്കിൾസുകൾ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താടാ രൂപപ്പെടുക? മർദ്ദം അഥവാ പ്രഷറാണ് കേട്ടോ മക്കളെ രൂപപ്പെടുക. ഓക്കെ ശരി മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോ. ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ സാമ്പിൾ ഓഫ് അമോണിയ ഈസ് 2 × 6.022 × 10⁻23. ആയിക്കോട്ടെ ശരിയാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ ഇറ്റ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നല്ലതുപോലെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അമോണിയന്റെ മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ എത്രടാ? 2 × 6.022 × 10⁻23. അങ്ങനെയാണെങ്കിൽ മക്കളെ അതിലൊരു ഹിന്റ് ഉണ്ട് മക്കളെ. നമ്മൾ ഈ ഗ്യാസ് ലോസ് എടുത്ത സമയത്ത് ഞാനൊരു ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുക? കിട്ടിയ മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണടാ മോളിക്യൂൾസ്. അങ്ങനെയല്ലേ മക്കളെ? അങ്ങനെയാണ് മക്കളെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മോളിക്യൂൾസ് അഥവാ തന്മാത്രം എങ്ങനെ കാണുക? കിട്ടിയ മോൾ ഇൻറ്റു 6.022 × 10⁻23. അങ്ങനെ മക്കളെ ഇവിടെ കിട്ടിയ മോൾ എത്രടാ? 2. അപ്പൊ അങ്ങനെ മക്കളെ ഒന്നാമത്തിന് ഉത്തരം എത്രടാ? 2 മോള്. കിട്ടിയോ മക്കളെ? നോക്കിക്കോ. വാട്ട് ഈസ് ദ മാസ് ഓഫ് ദി സാമ്പിൾ? മാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എടാ മാസ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു കഴിഞ്ഞാൽ പല കുട്ടികളും മോളാർ മാസ് എടുത്ത് കാണും. അത് തെറ്റാണ്. എടാ മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരിക്കൂടാ? തന്നിരിക്കുന്ന മാസ് അഥവാ ഗിവൺ മാസ് ആണ്. റെഡിയാണോ? അങ്ങനെ മക്കളെ മോള് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ? മോൾ ഈക്വൽ ടു GV ഗിവൺ മാസ് അഥവാ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. എടാ NH3യുടെ മോളാർ മാസ് നമ്മൾ എങ്ങനെ കാണുക? എടാ നൈട്രജന്റെ മാസ് എത്രടാ? 14 പ്ലസ് 1 × 3 എത്ര കിട്ടൂടാ? 17. അങ്ങനെ അമോണിന്റെ മാസ് എത്രടാ? 17 കിട്ടും. സോ ഗിവൺ മാസ് നമുക്ക് അറിയില്ല. എക്സ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രടാ? 17. സോ മക്കളെ മോൾ എത്ര നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്? 2. സോ എക്സ് ഈക്വൽ ടു 17 × 2 ടോട്ടൽ നമുക്ക് എത്ര കിട്ടൂടാ? 34 ഗ്രാം. എടാ ഇങ്ങനെയാണെടാ മാസ് കണ്ടെത്തുക. ഏതിൽ നിന്നടാ? മോളിന്റെ ഇക്വേഷനിൽ നിന്ന്. എടാ മാസ് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ? മോൾ ഇൻറ്റു മോളിക്കുലാർ മാസ്. റെഡിയാണോ? എടാ ഗിവൺ മാസ് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ? മോൾ ഇൻറ്റു മോളിക്കുലാർ മാസ്. റെഡിയാണോ? എടാ തന്നിരിക്കുന്ന മാസ് എങ്ങനെ കാണാ? മോൾ ഇൻറ്റു മോളിക്കുലാർ മാസ്. റെഡിയാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The number of molecules in the sample, same question ആണത്. സോ നെക്സ്റ്റ് നോക്കാം. The relation between pressure and volume. എടാ പ്രഷറും വോളിയവും, അതായത് പ്രഷറും വോളിയവും വരുന്ന റിലേഷൻ ഏതിലോ അനുബന്ധപ്പെട്ടിട്ടായിരിക്കും? എടാ കോൺസ്റ്റന്റ് അല്ല കേട്ടോ. അങ്ങോട്ട് നോക്കിക്കോ. ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. പ്രഷറും വോളിയം കേട്ടോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. എടാ ടെമ്പറേച്ചർ കോൺസ്റ്റന്റും താപം സ്ഥിരമാവുകയും പ്രഷറും വോളിയം തമ്മിൽ എന്താ റിലേറ്റ് ചെയ്യുന്ന ഏത് ലോ ആയിരിക്കും? കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഏത് ലോ ആയിരിക്കും? ബോയിൽസ് ലോ ആണ്. സോ ഇത് തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായി ഏത് ലോ ആണ്? ബോയിൽസ് ലോ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം അല്ലേ? എടാ ബോയിൽസ് ലോയിൽ താപം കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ആരാ റിലേഷന്? പ്രഷറും വോളിയം. എടാ ചാൾസ് ലോയിൽ നമ്മൾ എങ്ങനെ പറയും? എടാ ചാൾസ് ലോയിൽ പ്രഷർ കോൺസ്റ്റന്റ്. ആരുടെ റിലേഷൻ ആണ്? വോളിയവും ടെമ്പറേച്ചറും. റെഡിയാണോ? ഒന്നില്ല അങ്ങനെ നോക്കാം. ഇവിടെ തന്നെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് ഏത് ലോ ആയിരിക്കും മക്കളെ? ബോയിൽസ് ലോ ആയിരിക്കും. റെഡിയാണോ? ശരി നോക്കിക്കോ. എടാ പ്രഷർ ഇവിടെ 180 ആയ സമയത്ത് വോളിയം എത്രടാ? 200. സോ P × V എന്ന് പറഞ്ഞാൽ 1 × 200 എത്രടാ? 200. ശരി മക്കളെ ഇനി ഇവിടെ നോക്കിക്കോട്ടോ. 2 × എന്തോ ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ 2 ഉണ്ട്, എന്തോ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് P × V എത്ര കിട്ടിയിട്ടുണ്ട്? 200 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് മക്കളെ നിങ്ങൾ പറയടാ. അങ്ങനെയാണ് നിങ്ങൾ പറയട്ടോ. ഇതേതായിരിക്കും? 200 കിട്ടും വേണം. 50 ആണോ? നിങ്ങൾ ആലോചിച്ചു. 50 ആണോ? നിങ്ങൾ ഈ റിലേഷൻ നോക്ക്. ഇത് 1 ആണെങ്കിൽ ഇത് 2. അപ്പോൾ ഇത് 200 ആണ്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഇത് എത്ര ആയിരിക്കും? അപ്പോൾ നിങ്ങൾ പറയും ഇത് എത്ര ആയിരിക്കും? യെസ് എത്ര ആയിരിക്കും? 100 ആയിരിക്കും. റെഡിയാണോ? സോ 2 × 100 അപ്പം എത്ര കിട്ടും? 200 കിട്ടി. റെഡിയാണോ? അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 1 ഉണ്ട്, 2 ഉണ്ട്. പക്ഷെ ഇവിടെ എത്ര കൊണ്ട് എഴുതിയിട്ടുണ്ട്? 50 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്ര ഉള്ളത്? 50. പക്ഷെ സി എത്ര ആയിരിക്കും മക്കളെ കിട്ടുക? സി എത്ര ആയിരിക്കും? ഇത് 200 ആണ്, ഇത് 200. അപ്പോൾ സി നമുക്ക് എത്ര കിട്ടണടാ? 200 തന്നെയാണ് കിട്ടേണ്ടത്.
റെഡിയാണോ? സോ അങ്ങനെ 200 കിട്ടാൻ വേണ്ടി 50നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണടാ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് 4 × 50 നമുക്ക് എത്ര കിട്ടൂടാ? 200 കിട്ടും. അതായത് റിലേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? തല ഉപയോഗിക്കാൻ. റെഡിയാണോ? സോ നോക്കിക്കോ, വിച്ച് ഗ്യാസ് ഈസ് അപ്ലൈഡ് ഹിയർ, അതായത് ഏത് വാതക നിയമമായിരിക്കും? ഏതായിരിക്കൂടാ? ബോയ്സ് ലോ ട്ടോ. ഏതായിരിക്കൂടാ? ബോയ്സ് നിയമം. കാരണം എങ്ങനെയാടാ? താപം അഥവാ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നതാ? ബോയ്സ് നിയമം ഉപയോഗിക്കുന്നു കേട്ടോ. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. അതായത് അനലൈസ് ദ ഗിവൺ ടേബിൾ, കംപ്ലീറ്റ് ഇറ്റ് അല്ലേ? ഒരു ടേബിൾ അനലൈസ് ചെയ്തിട്ട് അത് പൂരിപ്പിക്കാൻ, കംപ്ലീറ്റ് ആയിട്ട് പൂരിപ്പിക്കാൻ. മക്കളെ ഇവിടെ ഓക്സിജൻ തന്നിട്ടുണ്ട്. ഗിവൺ മാസ് എത്ര? ഗ്രാം മോളിക്കുലാർ മാസ് 36, മാസ് ഇൻ ഗ്രാം 360, നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി. എടാ നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ? ഗിവൺ മാസ്. എടാ ഗിവൺ മാസ് ഇവിടെ എത്ര തന്നിട്ടുണ്ടെടാ? 360 ഡിവൈഡഡ് ബൈ എടാ മോളാർ മാസ് ഇവിടെ എത്രടാ? 36. റെഡിയാണോ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? നമ്പർ ഓഫ് മോൾസ് 10 കിട്ടും. റെഡിയാണോ? സെറ്റാണോടാ? സെറ്റാണോ? സോ നെക്സ്റ്റ് ചോദിക്കോ. എടാ NH തന്നിട്ടുണ്ട്. ഗിവൺ മാസ് 17 തന്നിട്ടുണ്ട്. മോളാർ മാസ് നമുക്ക് അറിയില്ല അല്ലേ? സോറി, ഗിവൺ മാസ് മോളാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 17 തന്നിട്ടുണ്ട്. ഗിവൺ മാസ് നമുക്ക് അറിയില്ല അല്ലേ? നമുക്ക് മോൾ എത്ര തന്നിട്ടുണ്ട്? 5 തന്നിട്ടുണ്ട്. എടാ മോള് 5ഉം മോളാർ മാസ് 17 ഗിവൺ മാസ് കണ്ടെത്തണം. എടാ ഗിവൺ മാസ് കണ്ടെത്താൻ വേണ്ടി ഇക്വേഷൻ ഉണ്ട്. മോളാർ മാസ് ഇൻറ്റു മോള്. ഇവിടെ എത്ര കിട്ടൂടാ? 17 അല്ലേ? 17 ഇൻറ്റു 5 ചെയ്ത് നമുക്ക് എന്ത് കിട്ടൂടാ? ഗിവൺ മാസ് കിട്ടും കേട്ടോ. സോ നെക്സ്റ്റ് നോക്കിക്കോ. നമുക്കിവിടെ തന്നിരിക്കുന്ന മാസ് മോളാർ മാസ് നമുക്ക് അറിയില്ല അല്ലേ? മോളാർ മാസ് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നടാ? ഗിവൺ മാസ് എത്ര ഉണ്ട്? 88 തന്നിട്ടുണ്ട്. ഗിവൺ മാസ് 88, മോള് തന്നിട്ടുണ്ട് അല്ലേ? മോള് 2. അപ്പൊ നമ്മൾ എങ്ങനെ ഇക്വേഷൻ മോള് ഈക്വൽ ടു അല്ലെ? മോൾ ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. നമുക്ക് എന്ത് കണ്ടെത്തണടാ? മോളാർ മാസ് കണ്ടെത്തണം. സോ മോളാർ മാസ് ഈക്വൽ ടു അല്ലെ? ഇതിനെങ്ങോട്ട് കൊടുന്നു? മോളിനെ എങ്ങോട്ട് കൊടുന്നു? സോ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോള്. എടാ ഗിവൺ മാസ് 88 ആണ്, മോള് 2 ആണ്. അങ്ങനെയാണെങ്കിൽ മോളാർ മാസ് എത്ര കിട്ടൂടാ? 44. സോ മക്കളെ ഇതിന്റെ ഉത്തരം എത്ര ആയിക്കോടാ? 44 ഗ്രാം. റെഡിയാണോ? സോ നെക്സ്റ്റ് നോക്കിക്കോട്ടോ. HCl മോളാർ മാസ് എത്ര വന്നിട്ടുണ്ടാ? 36.5 വന്നിട്ടുണ്ട്. എടാങ്ങൾ ആലോചിച്ച് നോക്ക്. മോളാർ മാസ് 36.5 വന്നിട്ടുണ്ട്. ഗിവൺ മാസ് 73 വന്നിട്ടുണ്ട്. എടാ നമ്പർ ഓഫ് മോൾസ് 2 വന്നിട്ടുണ്ട്. അങ്ങനെ മക്കളെ വോളിയം STP. എടാ നമ്മൾ പഠിച്ചിട്ടുണ്ടാ ഒരു മോള് ആർക്ക് ഈക്വൽ ആണ്? 22.4 ലിറ്ററിന് ഈക്വൽ ആണ്. അങ്ങനെ 2 മോൾ അപ്പം എത്ര ഈക്വലാ? യെസ്, വെരി ഗുഡ്. 44.8 ലിറ്റർ. അങ്ങനെ കിട്ടുക 22.4 ലിറ്റർ ഒരു മോളാണെങ്കിൽ അപ്പൊ 2 മോൾ അപ്പം എത്ര ഈക്വലാ? 22.4 × 2 എത്ര കിട്ടും? 44.8 ലിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കെപ്റ്റ് അറ്റ് STP ആസ് എ വോളിയം 212 അല്ലേ? 1,12 ലിറ്റർ. റെഡിയാണോ മക്കൾ? ഇതിലേക്ക് ട്രിക്ക് ഞാൻ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഇതിന്റെ തുടക്കത്തിൽ ഈ ഒരു ചാപ്റ്റർ തുടക്കത്തിലുള്ള എല്ലാ കോൺസെപ്റ്റ് ഡിസ്കസ് സമയത്ത് എന്ത് ചെയ്യുന്നു? STP കാണുന്ന ട്രിക്കി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് വാച്ച് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ കേട്ടോ. സോ 112 ലിറ്റർ വോളിയം ഉണ്ടായിരുന്നു മക്കളെ. നമ്പർ ഓഫ് മോൾസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടോ. എടാ മോള് ലിറ്ററുള്ള പദം, ലിറ്ററുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മോൾ അമ്മലം കാണൂടാ? മോൾ ഈസ് ഈക്വൽ ടു എടാ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. എടാ ഗിവൺ വോളിയം എത്രടാ? 112 ലിറ്റർ ഡിവൈഡഡ് ബൈ മക്കളെ എത്ര? 22.4 ലിറ്റർ. അങ്ങനെ മക്കളെ മോള് കാണാൻ എങ്ങനെ? എടാ 112 ആണെങ്കിൽ മോൾ എത്ര ആയിരിക്കൂടാ? 5. എന്തായിരിക്കൂടാ? 5 മോള്. റെഡിയാണോ? സോ ഇതിന് ഉത്തരം 5 മോള് കിട്ടി. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. എടാ ഇവിടെ മാസ് ചോദിച്ചു. മാസ് എങ്ങനെ കാണാ? എടാ മാസിന്റെ ഇക്വേഷൻ പറയടാ. മാസ് ഗിവൺ മാസ് ആട്ടോ ചോദിച്ചിട്ടുള്ളത്. എടാ ഗിവൺ മാസ് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ? മോളാർ മാസ് ഇൻറ്റു മോള്. റെഡിയാണോ? എടാ മോളാർ മാസ് എത്രടാ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് എത്ര? എടാ ഒരു കാർബൺ 12 പ്ലസ് ഓക്സിജൻ 16 ഇൻറ്റു 2. സോ എത്ര കിട്ടൂടാ? 44. സോ മോളാർ മാസ് എത്ര കിട്ടും മക്കളെ? 44. മോൾ എത്രടാ? 5. റെഡിയാണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? 44. അപ്പൊ 220. എടാ 220 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാ? മാസ് കേട്ടോ, ഗിവൺ മാസ്. ഹൗ മെനി മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദ കാർബൺ ഡൈ ഓക്സൈഡ്? എടാ മോളിക്യൂൾസ് കാണാൻ വേണ്ടി അഥവാ തന്മാത്രകളുടെ എണ്ണം കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ? കിട്ടിയ മോള് ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻⁻23. അങ്ങനെ മക്കളെ മോൾ എത്രടാ?
എത്രടാ 5 മോൾ എത്രടാ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻⁻23. റെഡിയാണോ? ഇങ്ങനെയാണ് മക്കൾ എന്ത് കണ്ടെത്തടാ മോളിക്യൂൾസ് കണ്ടെത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ മോളിക്കുലാർ മാസ് ഓഫ് മീഥെയ്ൻ CH4 എത്രടാ തന്നിട്ടുണ്ട് 16 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 GMM ഓഫ് മീഥെയ്ൻ? റെഡിയാണോ? അങ്ങനെ മക്കളെ എടാ 1 GMM എന്ന് പറഞ്ഞ മോൾ എത്രടാ 1 ആണടാ. എത്രടാ 1. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ മാസ് ചോദിച്ചിട്ടുള്ളത്. എടാ ഗിവൺ മാസ് പോയി കാണാൻ വേണ്ടി ക്വസ്റ്റ്യൻ എന്താ? ഗിവൺ മാസ് ഈക്വൽ ടു എന്താടാ മോളാർ മാസ് ഇൻറ്റു മോള്. എടാ മോളാർ മാസ് എത്രടാ 16. ശരിയാണ്. ക്വസ്റ്റ്യൻ അപ്പോൾ വന്നിട്ടുണ്ട്. എടാ മോൾ എത്രടാ 1. അപ്പൊ ഗിവൺ മാസ് എത്രടാ 16. റെഡിയാണോ? സോ കഴിഞ്ഞു മക്കളെ എ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ് ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾ മോളിക്യൂൾസ് ഇൻ 160 ഗ്രാം CH4. റെഡിയാണോ? അപ്പോൾ മക്കളെ ആദ്യം എന്ത് കണ്ടെത്തണം? മോള് 160 ഗ്രാമിലെ മോള് കണ്ടെത്തുക. നമുക്ക് മോളും കണ്ടെത്തണം മോളിക്യൂൾസും കണ്ടെത്തണം കേട്ടോ. അപ്പോൾ ആദ്യം മോള് കണ്ടെത്തി നോക്കുക. മോൾ ഈക്വൽ ടു ഗിവൺ മാസ് എത്രടാ 160 ഡിവൈഡ് ബൈ എടാ മോളാർ മാസ് ഓഫ് മീഥെയ്ൻ എത്രടാ 16. അപ്പം നമുക്ക് കിട്ടും മോള് 10 മോള് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടെത്തണടാ മോളിക്യൂൾസ് കണ്ടെത്തണം അല്ലേ? എടാ മോളിക്യൂൾസ് കണ്ടെത്താൻ വേണ്ടി ഇക്വേഷൻ എന്താ? എടാ മോളിക്യൂൾസ് കണ്ടെത്താൻ വേണ്ടി ഇക്വേഷൻ എന്താ? കിട്ടിയ മോള് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻⁻23. അങ്ങനെ മക്കളെ കിട്ടിയ മോൾ എത്രടാ 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. റെഡിയാണോ? ഇത് നമുക്ക് എന്ത് കിട്ടൂടാ മോളിക്യൂൾസ് കിട്ടും. വാട്ട് ഈസ് ദ മാസ് ഓഫ് 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 CH4 മോളിക്യൂൾസ്? മക്കളിത് മോളിക്യൂൾസ് അല്ല തന്നിരിക്കുന്നത്. എടാ ഈ ക്വസ്റ്റ്യൻ മോളിക്യൂൾസ് അല്ല നമുക്ക് തന്നിട്ടുള്ളത്. മക്കളെ നോക്കിക്കോട്ടെടാ, ഇതെന്താ നമുക്ക് മോളിക്യൂൾസ് അല്ലേ? എടാ മോളിക്യൂൾസ് നമുക്ക് എങ്ങനെ 5 ഇൻറ്റു അപ്പൊ ഇതിന്റെ മോൾ എത്രയാണെടാ 5 ആണ്. മനസ്സിലായി? ഞാൻ അപ്പൊ ചെയ്യുന്നത് എത്രാമത്തെ ക്വസ്റ്റ്യൻ എടാ? C ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ മോൾ നമുക്ക് എത്ര കിട്ടിയടാ 5 കിട്ടി. നമുക്ക് എന്താണ് മാസ് അല്ലടാ. എടാ ഗിവൺ മാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എടാ ഗിവൺ മാസ് കാണാൻ വേണ്ടി ക്വസ്റ്റ്യൻ എന്താ? മോൾ ഇൻറ്റു മോളാർ മാസ്. റെഡിയാണോ? മോൾ എത്രടാ 5 ഇൻറ്റു മോളാർ മാസ് എത്രടാ 16. റെഡിയാണോ? നമുക്ക് എത്ര കിട്ടൂടാ 80 ഗ്രാം എന്ന് കിട്ടും. എത്ര കിട്ടൂടാ 80. റെഡിയാണോ? 80 ആണോ 16 ഇൻറ്റു 5 30. ഓക്കെ 80 ഗ്രാം തന്നെ കിട്ടും കേട്ടോ. നമുക്ക് എന്ത് കിട്ടും 80 ഗ്രാം. അപ്പൊ ഗിവൺ മാസ് എത്രടാ 80 ഗ്രാം. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ടു സിറ്റുവേഷൻ ആർ ഗിവൺ. ഇഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ വാട്ടർ ഇറ്റ്സ് സൈസ് ഡിക്രീസ്. അതായത് ഞാൻ എന്ത് ചെയ്തോടാ വെള്ളത്തിലേക്ക് വരുന്ന സമയത്തില്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട് കേട്ടോടാ. ഇപ്പൊ അക്വാറിയത്തിന്റെ ബബിളിന്റെ കേസ് നോക്കിയാൽ മതി. എടാ അക്വാറിയത്തിന്റെ ബബിൾ ഏറ്റവും ബോട്ടം സൈഡിൽ ബബിൾ അഥവാ കുമിളകളുടെ സൈസ് അഥവാ വ്യാപ്തം വളരെ കുറവായിരിക്കും അല്ലെ? മേലേക്ക് വരുന്ന സമയത്ത് വ്യാപ്തം എന്താണ് കൂടുതലാണ്. കാരണം അടിയിൽ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വോളിയം കുറയും. മേലേക്ക് വരുന്ന സമയത്ത് പ്രഷർ കുറഞ്ഞു, അപ്പോൾ വോളിയം കൂടി. അതേ സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ വാട്ടർ സൈസ് ഡിക്രീസ്. അതാ വെള്ളം അല്ലെ, ആ ഒരു വെള്ളത്തിലേക്ക് ആ ബലൂണിനെ ഇങ്ങനെ ഇറക്കി വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ ബലൂണിന്റെ വ്യാപ്തം അഥവാ വോളിയം കുറയാണ് അല്ലേ? കാരണം വെള്ളത്തിന്റെ ബോട്ടം സൈഡിൽ പ്രഷർ കൂടുതലാ. എടാ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വോളിയം കുറയും. എടാ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വോളിയം കുറയുന്ന ഏത് ലോ ആയിരിക്കൂടാ? യെസ്, അത് ഏത് ലോ ആയിരിക്കൂടാ? ബോയ്ലിസ് ലോ. എടാ ഇതേപോലെ അക്വാറിയത്തിന്റെ കേസ് വന്നു. അക്വാറിയത്തിന്റെ ബബിൾ ഇനി എങ്ങനെ വന്നോട്ടെ മക്കളെ, ഉത്തരം എന്തായിരിക്കും? അത് ബോയ്ലിസ് ലോ ആയിരിക്കും. റെഡിയാണോ? അപ്പൊ മനസ്സിലാക്കുക, അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ബലൂൺ ഈസ് ബീങ് ഇൻഫ്ലാറ്റഡ്. അതായത് ഒരു ബലൂൺ എന്ത് ചെയ്തോ സൂര്യപ്രകാശത്തിൽ കൊണ്ട സമയത്ത് പൊട്ടിപ്പോയി. സോ അത് ഏതായിരിക്കും? ടെമ്പറേച്ചറിന് ബന്ധമായിട്ടുള്ള ലോ ഏതായിരിക്കും? ചാൾസ് ലോ. ഏതായിരിക്കും? ചാൾസ് ലോ. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. എടാ SO2 and NH3 are the two gases kept at SGP. Find the molecular mass of sulfur dioxide. മോളിക്കുലാർ മാസ് ആണ് സൾഫർ ഡയോക്സൈഡ്. എടാ മോളിക്കുലാർ മാസ് ഇവിടെ തന്നിട്ട് ഇവിടെ ഗിവൺ മാസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്, അല്ല മോളിക്കുലാർ മാസ്. എടാ സൾഫർ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടെത്തുക? SO2 അല്ലേ? എടാ സൾഫറിന്റെ എത്രടാ 16 പ്ലസ് ഓക്സിജൻ എത്രടാ 16 ഇൻറ്റു 2. അപ്പം നമുക്ക് എത്ര കിട്ടും? ടോട്ടല് 16 ഇൻറ്റു 2 32 ഇത് കിട്ടും. ഓക്സിജൻ 32 ആണ്, സൾഫർ 16 ആണ്. ടോട്ടൽ നമുക്ക് എത്ര 48. എത്ര കിട്ടൂടാ? 48.
ഓക്കെ ആണോ? സോ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 mole ഓഫ് എടാ 1 mole അല്ലേ, SO2 ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, അമോണിയ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, 1 mole എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അതിൻ്റെ വോളിയം എത്ര ആയിരിക്കടാ? 22.4 ലിറ്റർ ആണ്. റെഡി ആണോ? സി ക്വസ്റ്റ്യൻ നോക്കിക്കോ. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഇൻ 112 ലിറ്റർ. എടാ എൻ്റെ മക്കൾ ട്രിക്ക് വെച്ച് പറയടാ, 112 ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ മോൾ എത്ര ആയിരിക്കും? എൻ്റെ പഴയ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ട്രിക്ക് അല്ലേ. 112 ലിറ്റർ ആണെങ്കിൽ മക്കളെ നമ്പർ ഓഫ് മോൾസ് ഒറ്റയടിക്ക് പറയടാ. യെസ്, എത്ര ആയിരിക്കൂടാ? 5 മോൾ ആയിരിക്കും. അതിന് ട്രിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പുതിയത് വന്ന് മക്കൾ എന്ത് ചെയ്യുക, ആ പഴയ ക്ലാസ് ഗ്യാസ് ലോസിന്റെ അവസാന ഭാഗത്ത് ട്രിക്ക് പറയുന്നുണ്ട് ഞാൻ അതിന്റെ. സോ നോക്കി വരും കേട്ടോ. സോ നെക്സ്റ്റ് നോക്കിക്കോ. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 170 gram NH3 അല്ലേ. എടാ 170 gram NH3 മോളിക്യൂൾസ്. അപ്പൊ നമുക്ക് മോള് കണ്ടെത്തണം ആദ്യം. മോള് കണ്ടെത്താൻ വേണ്ടി ഇക്വേഷൻ എന്താ മക്കളെ? മോള് കണ്ടെത്താൻ വേണ്ടി എന്താ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്ര? 170 ഡിവൈഡ് ബൈ അമോണിയന്റെ മോളാർ മാസ് എത്ര? 17. നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടൂടാ? 10 കിട്ടും. ഇനി മോളിക്യൂൾസ് നമ്മളെങ്ങനെ കണ്ടെത്തുക? മോളിക്യൂൾസ് അഥവാ തന്മാത്രം എങ്ങനെ കണ്ടെത്തുക? കിട്ടിയ മോള് 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് കിട്ടും. റെഡി ആണോടാ? റെഡി ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ വോളിയം നമുക്ക് ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 500 തന്നിട്ടുണ്ട്. ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 1000 തന്നിട്ടുണ്ട്. റെഡി ആണോ? സോ 500 ടെമ്പറേച്ചർ 100 ആണ് അല്ലേ. 500 ആയപ്പോൾ ടെമ്പറേച്ചർ എത്രടാ? 100. മക്കളെ ഇത് 200. സോ അങ്ങനെയാണ് ഇവിടെ പറയടാ. അങ്ങനെയാണ് 1000 ആണ് സമയത്ത്, വോളിയം 1000 ആണ് സമയത്ത് ടെമ്പറേച്ചർ അപ്പം എത്ര ആയിരിക്കോടാ? നിങ്ങൾ നോക്കിട്ടോ, പ്രഷർ കോൺസ്റ്റന്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. എടാ പ്രഷർ കോൺസ്റ്റന്റ് ആണ് മക്കൾ, അത് ഏത് ലോ ആയിരിക്കോടാ? ചാൾസ് ലോ ആയിരിക്കും കേട്ടോ. മക്കളിത് പറയടാ. 500 അല്ലേ, വോളിയം 500 സമയത്ത് ടെമ്പറേച്ചർ 100. ഇനി വോളിയം 1000 ആണെങ്കിൽ അപ്പൊ ടെമ്പറേച്ചർ അപ്പം എത്ര ആയിരിക്കോടാ? യെസ്, 200 300. അപ്പൊ ഇതിന്റെ എത്ര ആയിരിക്കും? 200 ആയിരിക്കും. റെഡി ആണോ? സോ നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കോളി. ഇത് 500 1000. അപ്പൊ ഇത് എത്ര ആയിരിക്കോടാ? 1500. അപ്പം മക്കളെ ടെമ്പറേച്ചർ എത്ര ആയിരിക്കോടാ? 300. ഒരു ഓർഡർ ഉണ്ട് കേട്ടോ, അത് സീക്വൻസ് ആയിട്ട് ഒരു ഓർഡർ ഉണ്ട്. റെഡി ആണോ? ഇനി വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ? മക്കളെ വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ എന്താ? വോളിയം കൂടിക്കഴിഞ്ഞാൽ വോളിയം കൂടിക്കഴിഞ്ഞാൽ എന്തും കൂടടാ? ടെമ്പറേച്ചറും കൂടും. കാരണം മക്കളെ ഏത് ലോ ആയിരിക്കൂടാ? ചാൾസ് ലോ ആണ്. ചാൾസ് ലോ മക്കളെ വോളിയം ടെമ്പറേച്ചർ എന്താണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. റെഡി ആണോ? വിച്ച് ലോ റിലേറ്റഡ് ഏതായിരിക്കും? ഏതായിരിക്കും? ചാൾസ് ലോ. കാരണം പ്രഷർ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? ചാൾസ് ലോ ആയിരിക്കും. റെഡി ആണോ? സോ ഇത്രയാണ് മക്കളെ നമുക്ക് എന്ത് ചെയ്യുന്നടാ, ഈ ഒരു 10-12 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏത് ചാപ്റ്ററുമായിട്ടടാ? ഗ്യാസ് ലോസുമായിട്ട്. കഴിഞ്ഞിട്ടില്ലടാ. ഇനി പാർട്ട് 2 എന്ത് ചെയ്യാം? നമ്മൾ വീണ്ടും വരുന്നതാണ് കേട്ടോ. ശരി.